എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ആരുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ നിയാദിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഞാനെന്ന് പറഞ്ഞാൽ അഡോപ്റ്റഡ് ചൈൽഡാണ്. എന്നെ എടുത്തു വളർത്തിയതാണ്, കൊച്ചിലെ എന്നെ എടുത്തു വളർത്തിയതാണ്. ഞാൻ ഇതറിയണ എൻ്റെ ഒരു 24-ാമത്തെ വയസ്സ്, 24 അല്ല, ഒരു 23 വയസ്സായ സമയത്താണ് ഞാൻ ഇത് അറിയണത്. ഒരു 3 വർഷം മുമ്പ്. കൊച്ചിലോട്ട് ഇതിനു മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് വളർന്നു വരായിരുന്നു. അപ്പൊ പെട്ടെന്ന് പിന്നെ ആ ഒരു സമയത്ത് അറിഞ്ഞപ്പോഴത്തേക്ക് അത്രയും നാള് നമ്മള് എന്തോന്ന് അച്ഛൻ അമ്മ അല്ലെങ്കിൽ വീട്ടുകാര് ബന്ധുക്കള് എല്ലാരും വിളിച്ചോണ്ടിരുന്നത് പെട്ടെന്നൊരു സിറ്റുവേഷനില് അവരൊന്നും നമ്മളെ ആരും അല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടായി. എല്ലാരും നോട്ടോ ഒരുമാതിരി കളിയാക്കൾ അങ്ങനെയൊക്കെയുള്ള നോട്ടമൊക്കെ കുറെ പേരുണ്ടായിരുന്നു. അങ്ങനെ 6 മാസം ഞാൻ കോയമ്പത്തൂർ വണ്ടി ഓടിച്ച് എന്ന് പറഞ്ഞാൽ ടാക്സി ഓടിച്ച്, വാടകയ്ക്ക് ഒരു ടാക്സി അവര് ഓണർ ചെയ്യുന്ന ഒരു ടാക്സി റെന്റിനെടുത്ത് അത് ഓടിച്ച് രാത്രി അതിൽ തന്നെ കിടന്നുറങ്ങും, രാവിലെ എഴുന്നേക്കും, വീണ്ടും അതിൽ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ ഒരു 6 മാസം പോയി, മാക്സിമം പോയി പിടിച്ചു നിന്നു. എന്നിട്ടും പിന്നെ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഇങ്ങനെ അവസാനം ഞാൻ ഇവിടെ എത്തിപ്പെടുന്നത്. ഞാൻ ഇവിടെ ഫസ്റ്റ് പറഞ്ഞ സമയത്ത് ഞാൻ ഒരു ജോഡി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ വേറെ ഒന്നുമില്ല, ഞാൻ എൻ്റെ അങ്ങനെ വേറെ പൈസയൊന്നുമില്ല. ഞാൻ വന്ന സമയത്ത് ഒരു ജോഡി, ഒരു പാന്റ്, ഒരു ഷർട്ട്, ആ ഇത് ഇട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു ടീഷർട്ട്, ഇതും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. എനിക്കറിയാന്നുള്ള ഒരു അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാള് തന്നെ, പക്ഷെ എന്തോന്നു എനിക്ക് അത്രയ്ക്ക് അറിയാന്നുള്ള ഒരാള് തന്നെ. അപ്പൊ അയാള് ഞാൻ ജസ്റ്റ് അവിടെ അയാളെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അയാള് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഇതേന്നൊക്കെ പറഞ്ഞ് എന്തോന്ന് തദ്ദേശം തള്ളയൊന്നും ഇല്ലാത്ത ഇവ അധികം കിടന്ന് എന്തോന്ന് കാണിക്കണേ, മനസ്സിലായി? ഇത് കാണിക്കുമ്പോഴും അവനൊരു ഇത് തോന്നൂലേ ഇവ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഇത് കോമാളിത്തരം കടന്ന് കാണിക്കും, മനസ്സിലായ? അങ്ങനെ ഒരു സാധനം എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അയാൾ പറയണ ഒരു കാര്യം ഞാൻ കേട്ടില്ല. അതിനുശേഷം എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാള് ഇത് പറഞ്ഞപ്പോഴത്തേക്ക്, പക്ഷെ അന്ന് അയാൾ ചോദിച്ചപ്പോ എനിക്കതിന് മറുപടി പറയാൻ പറ്റിയില്ല. ഇത് അയാൾ കാണുമെന്നോ ഇല്ലെങ്കിൽ കാണുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ അയാൾ ഇത് കാണണമെങ്കിൽ എനിക്ക് അയാളുടെ അടുത്ത് പറയാനുള്ളത് ഇതാണ് എന്റെ ഫാമിലി, ഈ നിൽക്കണ ഇവരാണ് എന്റെ ഫാമിലി. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വന്നില്ല. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് 2 ദിവസം ഞാൻ വന്ന് 2 ദിവസമായപ്പോ ഇവന്റെ അടുത്ത് മാത്രമേ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. പിന്നെയാണ് ഷമീർ ഇത് അറിഞ്ഞത്. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ അന്ന് ഷമീർ ഇല്ല, ഞാൻ വന്ന് 2 ദിവസമായി. ഞാൻ ഇത് ഇവന്റെ അടുത്ത് പറഞ്ഞ് അത്ര ഇത് ഇവ എന്നെ അപ്പോഴും തന്നെ എനിക്ക് ഡ്രസ്സ്, ഞാൻ പറഞ്ഞില്ല, ഈ 2 ഡ്രസ്സും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഡ്രസ്സ് കാര്യങ്ങള് എനിക്കിവിടെ ഇനി കിട്ടാത്തതായിട്ടൊന്നുമില്ല, എനിക്കിപ്പോ കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാൻ അത്രയും ഹാപ്പിയാണ്.